അதையும் தாண்டி புனிதமானது. ഇതുപോലെ കിണറ്റിലിറങ്ങി കുടുങ്ങിയ ഒരാളുണ്ടായിരുന്നല്ലോ മക്കളെ, അതാരുവാ? അയ്യോ വൈകേട്ടാ പോലീസ്. അങ്ങനെ കിണറ്റിലിറങ്ങിയിട്ട് രക്ഷപ്പെടാത്ത ആളുകളുടെ എണ്ണം 2ആയി. തൂക്കുമരം ശിക്ഷിക്കപ്പെട്ടവനാണ്. സുപ്രീം കോടതിയുടെ കനിവിൽ അത് ജീവപര്യന്തമായി. അങ്ങനൊരു കൊടും കുറ്റവാളി എത്ര സിമ്പിളായി ജയിൽ ചാടി രക്ഷപ്പെട്ടെന്ന് നോക്കണേ. ഒരു സുരക്ഷാ വീഴ്ചയില്ല. എന്നോട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമല്ല. ഗോവിന്ദസ്വാമി കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ലല്ലോ. ആഭ്യന്തരം ആഴ വച്ചാ മതിയായിരുന്നു. ഒരു കൈ മാത്രമുള്ള ഒരുത്തൻ സെല്ലിലെ കമ്പി വളച്ച് ഇലക്ട്രിക് ഫെൻസിങ്ങിലെ കറണ്ട് ഓഫാക്കി തുണി കൂട്ടിക്കെട്ടി വള്ളിയാക്കി അതുപയോഗിച്ച് കൂറ്റൻ മതിലിലൂടെ ഊർന്നിറങ്ങി ആരും കാണാതെ രക്ഷപ്പെട്ടു. അതും രാത്രി 1:15. അതീവ സുരക്ഷാ വലയത്തിൽ പാർപ്പിച്ചിരുന്ന കൊടും കുറ്റവാളി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ജയിൽ അധികൃതർ അറിയുന്നത് രാവിലെ 7 മണിക്ക്. എന്തൊരു കരുതലാണോ എന്തോ. ഇനി നിങ്ങൾ കാണേണ്ടത് ഈ 2 ചിത്രങ്ങളാണ്. ചിത്രം 1, ഗോവിന്ദചാമിക്ക് വേണ്ടി കേരള പോലീസ് ഇറക്കിയ ലുക്കൌട്ട് നോട്ടീസിലുള്ള ഫോട്ടോ. ലേറ്റസ്റ്റ് ചിത്രമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. ഇനി 2ാമത്തേതുണ്ടേ, കണ്ടോ? ഗോവിന്ദചാമിയെ പിടികൂടിയതിന് ശേഷം എടുത്ത ചിത്രം. സത്യത്തിൽ ഇത് ആരടേ? നല്ല സുന്ദരനാണ്. പരന്ന നെറ്റി, നീണ്ട മൂക്ക്. സാർ വരട്ടെ. സാർ, ഇതാണ് സാർ ഞാൻ പറഞ്ഞ സുന്ദരൻ. ഒന്നാമൻ ഇവൻ തന്നെയാണ് സാർ, സുന്ദരൻ. ഇത് തന്നെ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഈ ഗോവിന്ദചാമി എന്ന ചാർലി തോമസിനെ കണ്ടിട്ട് മാസങ്ങളായെന്ന് തോന്നുന്നു. ഒരു കാരണവശാലും നാട്ടുകാർ ഇവനെ പിടികൂടരുത് കേട്ടോ. ഈ ലക്ഷ്യം നമ്മുടെ ലുക്കൌട്ട് നോട്ടീസിനുണ്ടെന്ന് തോന്നിപ്പോകും. സ്വാഭാവികം. നീ എന്നെ ക്ലിപ്പിട്ട് ജീപ്പിലോട്ട് തള്ളിയ തള്ളലുണ്ടല്ലോ, ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. പക്ഷേ ഞാനൊന്ന് കണ്ണ് കാണിച്ചായിരുന്നു. നിന്റെ കണ്ണ് കാണുമ്പോ ഇത്തിരി കൂടിപ്പോന്നു. എടാ, ഞാൻ എല്ലാം ശ്രദ്ധിച്ചായിരുന്നു. കാര്യമൊക്കെ ശരി, ദേഹം നൊന്താൽ എന്റെ സ്വഭാവമാണ്. ചാടിയതാണോ ചാടിച്ചതാണോ തുറന്നു വിട്ടതാണോ? ഇവനൊരു തിരുമണ്ടം തന്നെ കേട്ടോ. കിണറ്റിലിറങ്ങി രക്ഷപ്പെടാൻ നോക്കിയ ഒരുത്തനും ഈ കേരളത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. എന്തിട്ടു മണ്ടനാ. നിന്നടാ. ഇനി അഥവാ റോഡിലൂടെ ഓടി രക്ഷപ്പെടാൻ എന്നാണെങ്കിൽ കുഴിയിൽ വീണ് ചാകും. സ്കൂളിൽ കയറി ഒളിക്കാന്ന് വിചാരിച്ച പാമ്പ് കടിച്ചോ ഷോക്കേറ്റോ മരിക്കും. റോഡിലൂടെ പോയാലും മരിക്കും, ഷോക്കേറ്റേ. ഇതിപ്പോൾ ഷോക്കേറ്റില്ല, രക്ഷപ്പെട്ടു. അതല്ല, ഇനി ഏതെങ്കിലും ആശുപത്രിയിൽ കയറി ഒളിക്കാന്ന് വെച്ചാൽ കെട്ടിട ഇടിഞ്ഞ് നമ്മുടെ തലയിൽ കൂടെ അങ്ങ് വീഴും. അതുകൊണ്ട് പിണറായി ഭരിക്കുന്ന കേരളത്തിലെ ഏറ്റവും സേഫ് ജയില് തന്നെ ജയില്. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു വെരി മച്ച്. പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കണേ. ബുദ്ധിമാൻ. അപ്പൊ വാടകയില്ലാതെ താമസിക്കാമെന്ന് കരുതിയല്ലേ? അയ്യോ സാർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വേണേ വാടക തരാം. എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാൽ ഞാൻ വേണേ കൈക്കൂലിയും തരാം. ഞാൻ ഇവിടെ മനസ്സമാനോട്ടൊന്ന് കിടന്നോട്ടെ. അത് പുള്ളിക്കും പുറത്തിറങ്ങിയപ്പോൾ പിടികിട്ടിയെന്ന് തോന്നുന്നു. അതായിരിക്കും കിണറ്റിലേക്ക് ഇറങ്ങിയിരുന്നത്. പിന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോഴേ പുള്ളി ഇങ്ങനെ ടാറ്റ കാണിച്ച് വിടുന്നുണ്ടായിരുന്നു. എന്തായാലും ക്യാപ്സ്യൂൾ റെഡിയാണ്. ഗോവിന്ദചാമി ചാടി എന്നുള്ളത് സത്യം. ഗോവിന്ദചാമിയെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പിടിച്ചു എന്നുള്ളതും സത്യം. അത് അതിപ്പം വീഴ്ച പറ്റി നിങ്ങൾക്ക് എന്താ ഇപ്പം അതിന്റെ ഭാഗമായിട്ട് വേറെ വാർത്തയിൽ? ഇത് കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിന്റെ ഒരു മോക്ക് ഡ്രിൽ. ഈ ചാർലി തോമസിനെ ജയിൽ ചാടാൻ പ്രേരിപ്പിക്കുക, ജയിൽ ചാടിയ കുറ്റവാളിയെ തന്ത്രപരമായി പിടികൂടുക, ഈ പ്ലാനാണ് നമ്മളിവിടെ നടപ്പിലാക്കിയത്. നാട്ടുകാരനെ പിടിക്കാൻ തുടങ്ങുമ്പോ ഇവര് എന്റെ ഫ്രണ്ട്സ് എന്തേലും കാരണമുണ്ടാക്കി അപ്പ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും.
ഇത് ജയിൽ ചാടാൻ ഉദ്ദേശിക്കുന്ന കുറ്റവാളികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. പിണറായി ഭരിക്കുന്ന കേരളത്തിൽ നടക്കൂല, ഒരാൾക്കും ജയിൽ ചാടാൻ പറ്റൂല, പിടിക്കും പിണറായി. നാട്ടുകാർ കണ്ണും തുറന്നിരുന്നത് കൊണ്ട് ഇവനെ കിട്ടി. അപ്പം ശരി.